നാം സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ലുകൾ ലഭിക്കാറുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോഴും അല്ലാതെയുമെല്ലാം പലതരം റെസിപ്റ്റുകളും ബില്ലുകളും ലഭിക്കുന്നു. ഇവയെല്ലാം കമ്പ്യൂട്ടറുകളിലൂടെയാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത്. ഇവയൊക്കെ തന്നെ നാം പോക്കറ്റിലിടും, ഇതല്ലെങ്കിൽ വാങ്ങുന്ന സാധനങ്ങൾക്കിടയിൽ തന്നെ ഇടും. പച്ചക്കറികളോ പഴങ്ങളോ വാങ്ങിയാൽ ഇത്തരം ബില്ലുകൾ ലഭിച്ചാൽ നാം ഇത് ചിലപ്പോൾ പച്ചക്കറികൾ വെച്ചിരിക്കുന്ന സഞ്ചികളിൽ തന്നെ ഇടുന്നു. ഇത് പൊതുവെ നിരുപദ്രവകരമായ ഒന്നാണെന്നാണ് നാം കരുതുന്നത്. എന്നാൽ ഇവ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല. ഇത് പലർക്കും അറിയില്ല. ഇവയിൽ ബിസിഫിനോൾ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. 93% പേപ്പർ റെസിപ്റ്റുകളും ടോക്സിക് സ്വഭാവമുള്ള തെർമൽ പേപ്പറുകളാണെന്നാണ് ചിക്കാഗോ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ബിസിഫിനോൾ എ അല്ലെങ്കിൽ ബിസിഫിനോൾ എസ് എന്നിവയാണ് ഇവ. പേപ്പർ തൊട്ടാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഇവ ആകിരണം ചെയ്യാൻ സാധിക്കും. ഇതാണ് അപകടമാകുന്നതും. ഈ പേപ്പറുകൾ മഷിയില്ലാതെ തന്നെ പ്രിന്റിംഗ് സാധിക്കുന്നവയാണ്. ഇത്തരം പേപ്പറുകളിൽ അടങ്ങുന്ന ഡൈകളും കെമിക്കലുകളുമാണ് ഇതിനായി സഹായിക്കുന്നത്. മെഷീനിലെ ചൂടിൽ പ്രിന്റ് പോലെ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇത്തരം പേപ്പറുകൾ തൊട്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം. ഇവയുടെ പ്രതലം മെഴുകു പുരട്ടിയതുപോലെ മിനുസമുള്ളതായിരിക്കും. നാം ഇവയിൽ നഖം കൊണ്ടോ മറ്റോ ചുരണ്ടിയാൽ നിറം മാറുകയും ചെയ്യും. പ്രത്യുൽപാദനപരമായ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. ഇവ നാം കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇതിലെ ഈ രാസവസ്തു ചർമ്മത്തിലൂടെ തന്നെ ശരീരത്തിനുള്ളിൽ എത്തുന്നുണ്ട്, രക്തത്തിൽ കലരുന്നു. ഇവ ഏറെ ദോഷകരമായ ഒന്നാണ്. ഹോർമോൺ പ്രശ്നങ്ങളും ക്യാൻസറുകളും വരുത്താൻ ഇവ കാരണമാകുന്നു. കൈകൊണ്ട് തൊട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ കൈ കഴുകണം. ഇവ പാൻക്രിയാസിന് കേടാണ്. പാൻക്രിയാറ്റിക് ക്യാൻസർ, പ്രമേഹം, ഓവറൈൻ ക്യാൻസർ, തൈറോയിഡ് ക്യാൻസർ എന്നിവയ്ക്കും ഈ രാസവസ്തു പ്രധാന കാരണമാകുന്നു. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ഇത് പ്രത്യുൽപാദനപരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ്. ഇവ തൊട്ടാൽ ഉടൻ കൈ കഴുകുക. ഇവ പോക്കറ്റിലോ പച്ചക്കറികൾക്കിടയിലോ വെക്കരുത്. നാം ഇവയെടുത്ത് കഴുകാതെ എന്തെങ്കിലും കഴിച്ചാൽ ഇവ ഉള്ളിലെത്തും. ഇവ എടുത്താൽ സോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകണം. അത്യാവശ്യമില്ലെങ്കിൽ ഇത്തരം ബില്ലുകൾ വാങ്ങാതിരിക്കുക. ഇവ പരിസ്ഥിതിക്ക് ദോഷകരവുമാണ്. റീസൈക്കിൾ ചെയ്യുമ്പോൾ ഇവയിലെ കെമിക്കലുകൾ മറ്റ് സുരക്ഷിതമായ റീസൈക്കിൾ ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ കൂടി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാൽ ലോകത്ത് പലയിടത്തും ഇത്തരം റെസിപ്റ്റുകൾ മാത്രമായ റീസൈക്കിൾ ചെയ്യുന്ന സൗകര്യങ്ങളും അത് ഏറ്റെടുത്ത് ചെയ്യുന്ന കമ്പനികളും ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക.